ഇന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഡയമെൻഷനിങ് എന്ന പ്രധാനപ്പെട്ട ഒരു സെഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ സാധാരണ ഒരു വസ്തുവിന്റെ നീളം അല്ലെങ്കിൽ വീതി മുതലായവ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഡയമെൻഷനിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതിലുപയോഗിക്കുന്ന ചില ടേംസ് നമ്മൾ ആദ്യം പരിചയപ്പെടാം. അതിലൊന്നാണ് ആരോ ഹെഡ്. ആരോ ഹെഡ് എന്ന് പറയുന്നത് ഇതാണ് ആരോ. സെക്കൻഡ് അത് ബ്ലാങ്ക് ആയിട്ടുള്ള ആരോ, ഇത് ഫില്ല് ചെയ്യാത്തൊരു ആരോ, ഇത് വെറും 2 സ്ട്രോക്ക് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ആരോ. ഈ ഒരു 1 to 2 മൂവ്മെന്റിനെ സ്ട്രോക്ക് എന്നാണ് പറയുക. ഇതിന്റെ പ്രൊപ്പോർഷൻ 1:3 അല്ലെങ്കിൽ 3:1 എന്നാണ്. 3 ലെങ്ത് വരുമ്പോൾ 1 യൂണിറ്റ് ഇതിന്റെ വിഡ്ത് ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ യൂണിഫോം ആയിരിക്കണം. ആരോയുടെ സൈസ് എവിടെ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് യൂണിഫോം ആയിരിക്കണം എന്നുള്ളതാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഡയമെൻഷൻ രേഖപ്പെടുത്തുമ്പോൾ ഇതിന്റെ അഗ്രത്തിലായിട്ട്, ഈ ഡയമെൻഷനിങ് ലൈനിന്റെ അഗ്രത്തിലായിട്ട് ആരോ നമ്മൾ കാണിക്കും. ചില സ്ഥലത്ത് ക്ലോസ്ഡ് ആയിട്ട് കാണിക്കും, ചില സ്ഥലത്ത് ഫിൽഡ് ആയിട്ട് കാണിക്കും, ചില സ്ഥലത്ത് നമ്മൾ ഡോട്ടഡ് ആയിട്ടും കാണാറുണ്ട്. ചിലടത്ത് ഒരു ടിക്ക് പോലെ ക്രോസ് ലൈൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് കാണിക്കുന്നത്. മറ്റൊന്ന്, ചില സമയത്ത് എഴുതാൻ സ്ഥലമല്ലാത്ത ഭാഗങ്ങളിൽ ലീഡർ എന്ന് പറയുന്ന ഈ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യാറുണ്ട്. ഇതിന്റെ ക്ലോസ്ഡ്, ഓപ്പൺ, ഇത് ക്ലോസ്ഡ് ആൻഡ് ഫിൽഡ്, ഇങ്ങനെ 3 ഇനമാണ് ആരോ. ഇനി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉപയോഗിക്കുന്ന കോഡ് BAS SP 46 ഓഫ് 2003 ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് ഓർമ്മിച്ചു വെക്കണം. BAS SP 46 2003 എന്നുള്ളത് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യം. ഡിഫറെന്റ് ടൈപ്പ് ഡയമെൻഷനിങ്ങുകളാണ്. ഒന്ന് പ്രൊജക്ഷൻ ലൈൻസ്, ഒബ്ലിക് ടൈപ്പ് ഡയമെൻഷൻ. ഈ ഇത്രയും ഭാഗത്ത് ഈ ടൈപ്പേഡ് ആയിട്ടുള്ള ഈ ഭാഗത്തിന്റെ ഈ പോയിന്റില്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഭാഗത്തെ ഡയമെൻഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒബ്ലിക് രീതിയാണ്. മറ്റൊന്ന് ആരോ ഹെഡ്സ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദി ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷനിൽ ഇതുപോലെ ഇതാണെങ്കിൽ ഇതിനിടയ്ക്ക് എഴുതാം, ഇതാണെങ്കിലോ ഈ 2 ആരോക്കിടയ്ക്കുള്ള ഡയമെൻഷൻ ഇവിടെ എഴുതാം. ഇതുപോലെ ഈ ആരോയ്ക്ക് ഇടയ്ക്കുള്ളത് 20 ഇവിടെ എഴുതാം, ഇവിടെ 3 എന്നെഴുതാം. ഇതിവിടെ അതുപോലെ തന്നെ. ഇവിടെ അതേ സമയത്ത് ഇവിടെ ആരോ ഇടാനുള്ള സ്ഥലം കുറവായതുകൊണ്ട് ഇവിടെ നേരത്തെ കാണിച്ച പോലെയുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ അതുപോലെ തന്നെ പോയിന്റ് ഉപയോഗിച്ചു. അവിടെ ഇതിന്റെ ഡയമെൻഷനായ 3 എന്നുള്ള എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഒരു ലീഡർ ലൈൻ കൊടുത്തുകൊണ്ട് പുറത്ത് ഒരു മെത്തേഡാണ്. മറ്റൊരു മെത്തേഡ്, ഇവിടെ ഈ പോയിന്റ് കൊടുക്കുന്നതിന് പകരം ഈ ക്രോസ് മാർക്ക് കൊടുത്തുകൊണ്ട്, 2 ക്രോസ് മാർക്ക് കൊടുത്തുകൊണ്ട് ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ട് തന്നെ കാണിക്കും. മറ്റൊന്ന് ഇതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ സമയത്ത് ഇവിടെ ഈ ഡയമെൻഷൻ ലൈൻ കാണിക്കില്ല, ഇങ്ങനെയും ഡയമെൻഷനിങ് കാണിക്കാറുണ്ട്. ഇത് വേറൊരു മെത്തേഡാണ്. ഇത് പാരലൽ ഡയമെൻഷൻ എന്ന് പറയും. ഇവിടെ 5 എന്നുള്ള ഡയമെൻഷൻ കാണിച്ചു, അതിന്റെ മുകളിലേക്കായിട്ട് അതായത് ഈ ലൈനിന് എക്സ്റ്റൻഷൻ ലൈൻ എന്നാണ് പറയുക, ഇതിന് ഡയമെൻഷൻ. ഇതേ ലൈനിൽ തന്നെ ഇവിടെ നിന്നും ഇവിടം വരെയുള്ള 25 ആണെന്നും ഈ ലൈനിൽ നിന്നും ഇവിടം വരെയുള്ളത് 30 മില്ലിമീറ്റർ ആണെന്നും കാണിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ പാരലൽ ലൈൻസ് സിമിലർ ടൈപ്പ് റിപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ കമ്പൈൻഡ് ഡയമെൻഷൻ ഉണ്ട്. ഇവിടെ പാരലൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്പൈൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പൈൻഡ് ഡയമെൻഷനിങ്, ചെയിൻ ആൻഡ് പാരലൽ മെത്തേഡ്. ഇതൊക്കെ ഒരു മെത്തേഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നമ്മളിത് ഇതെല്ലാം നിയമപരമായി ഉപയോഗിക്കാവുന്ന രീതിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മറ്റൊരു രീതി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ കാണിക്കുന്നതിന് പകരം ഇവിടെ നമ്മളൊരു ഡാറ്റം ലൈൻ ആയിട്ട് കാണിച്ചു. ഈ 0-ൽ നിന്ന് ഇവിടേക്ക് 5, 0-ൽ നിന്ന് ഇവിടേക്ക് 30, 0-ൽ നിന്ന് ഇവിടേക്ക് 70, 0-ൽ ഇവിടേക്ക് 5 ആണെങ്കിൽ ഇതിനിടയ്ക്കുള്ളത് 20, ഇവിടെ 20, ഇവിടെ 10. അങ്ങനെ കാണിച്ചത് കമ്പൈൻഡ് ഡയമെൻഷൻ, ചെയിൻ ആൻഡ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ്. റണ്ണിങ് ഡയമെൻഷൻ എന്നാണ് പൊതുവെ എന്ന് പറയാറ്. റണ്ണിങ് ഡയമെൻഷൻസ്. ഇത് സെഷണൽ വ്യൂസിൽ കാണിച്ചിരിക്കുന്ന പാർഷ്യൽ ഡയമെൻഷൻ വ്യൂ. ഇത് ഈ ഒരു കുഴലാണ്, കുഴലിന്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ കാണിച്ചാലും ഇവിടെ 520 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ അപ്പുറത്ത് ഈ സെൻട്രൽ ലൈനിന്റെ ഇപ്പുറത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും 20 മില്ലിമീറ്റർ ആണ് ഇവിടേക്ക് ഡയമീറ്റർ. 5 എന്ന് പറയുന്ന ഡയമീറ്ററിന് റെപ്രസെന്റ് ചെയ്യുന്ന 5. അങ്ങനെയാണ് റേഡിയസ് ആണെങ്കിലോ ക്യാപിറ്റൽ R ആയിരിക്കും. ഇവിടെ 5 40, 60.
ഇന്റേണൽ ഡയമീറ്റർ. ഇതിനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിന്റെ ഫുൾ സെക്ഷനായിട്ട് വരച്ചിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യാം, ഇവിടെ ഇതുപോലെ ഇത്രയും ഭാഗം കാണിച്ചാലും അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇത് ചതുരത്തിലുള്ള ഒരു പോർഷനാണ്. ഇത് പൈപ്പിന്റെ ഒരു എൻഡ് കണക്ടറാണ്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡെഡ് എൻഡ് ആയിട്ടുള്ള ഇതിന്റെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ, സ്പാനർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്വയറിൽ ഒരു ചതുര കട്ടയുണ്ട്. അപ്പൊ ആ സ്ക്വയർ പീസിന്റെ ഇതിന് ഇങ്ങനെ ക്രോസ് കാണിച്ചിരിക്കുന്ന ചതുരമാണെന്ന് മനസ്സിലാക്കും. ഇവിടെ സ്ക്വയർ 10 എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ലെങ്ത് ആൻഡ് 10 മില്ലിമീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു പീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇതിനെ വേറെ ലീഡർ ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. ഇതിനെ അതിനകത്ത് തന്നെ കാണിച്ചിരിക്കുന്നു. ഇതിനെ പുറത്തേക്ക് ലീഡർ ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. ഇത് ഡിഫറെന്റ് ടൈപ്പ് ഡയമെൻഷനിങ് കാണിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്, എത്ര അകലത്തിലാണ് എഴുതേണ്ടത്, ഇതിനെ ഈ രീതിയിലും കാണിക്കാം, ഈ രീതിയിലും കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം. ഇത് ടേപ്പർ ഒരു ഒബ്ലിക് രീതിയിൽ കാണിച്ചിരിക്കുന്നു. ഇത് ടേപ്പറിനെ വേറൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നു. ഇത് ഈ അഗ്രം ഉരുട്ടിയിരിക്കുകയാണ്. റേഡിയസ് 20, റേഡിയസ് 10, റേഡിയസ് 10, റേഡിയസ് 10. ഇതിനെല്ലാം പല രീതിയിലായിട്ട് കാണിക്കും. ഇത് ലീഡർ സെന്റർ, ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുണ്ട് ലീഡർ ലൈൻ കൊടുത്തിട്ട് R10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയസ് 10 മില്ലിമീറ്റർ ആണെന്ന് അർത്ഥം. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ലീഡർ ലൈൻ കൊടുക്കാതെ ഈ ഡയമെൻഷൻ തന്നെ കാണിക്കാം, ചിലപ്പോൾ ഇങ്ങനെ കാണിക്കാം. അതിന്റെ എൻഡ് നമുക്ക് പേപ്പറിൽ കാണിക്കാൻ പറ്റാത്ത ഒരു സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ ഇതുപോലെ സിക്സാഗ് കൊടുത്തിട്ട് ഒരു ലീഡർ ലൈൻ കൊടുത്തിട്ട് റേഡിയസ് 300. ഇത് മറ്റൊരു സർക്കിൾസിന് എങ്ങനെ ഡയമെൻഷൻ ചെയ്യാം. റേഡിയസ് വെച്ചിട്ടാണ് സർക്കിൾ സാധാരണ ചെയ്യാം. ചിലപ്പോൾ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കൊടുത്തിട്ടും ചെയ്യാം. ഡയമീറ്റർ ആണ് 5, റേഡിയസ് ആണ് ക്യാപിറ്റൽ. ഫുൾ ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ 515 എന്ന് പറയാം. ഇതിനകത്തായിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സെൻട്രൽ ലൈൻ കൂടെ ഒരിക്കലും ഡയമെൻഷൻ ലൈൻ വരയ്ക്കാൻ പാടില്ല. ഏതൊരു ആംഗിള് ഒരു 20 ഡിഗ്രി ആംഗിളിൽ ചെരിച്ചിട്ട് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ഇത് ലീഡർ ലൈൻ കൊടുത്തുകൊണ്ട് 5 എന്ന് കാണിച്ചു, ഇങ്ങനെയും കാണിച്ചു. ലീഡർ ലൈൻ കൊടുത്തിട്ട് കാണിക്കും. ഇത് മറ്റൊരു മെത്തേഡ്. ഇത് മെത്തേഡ്, അനദർ മെത്തേഡ്, അനദർ മെത്തേഡ്. മീഡിയം സൈസ്, സ്മാൾ സൈസ് അനുസരിച്ച് നമുക്ക് എഴുതാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇത് ഒരു സർക്കിളിനെ ഡിഫറെന്റ് ആംഗിളിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് മറ്റേ ഓട്ടോകാഡിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ അരേ എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്കത് വരയ്ക്കാം, ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പൊ അവിടെ ഉപയോഗിക്കുമ്പോൾ ഇവിടുന്ന് വായിക്കുമ്പോൾ 30 എന്നുള്ളത് നമുക്ക് ഇവിടെ നേരെ സ്ട്രൈറ്റ് വെർട്ടിക്കൽ ആയിട്ടാണ് ലെറ്റേഴ്സ്. അതൊരു നല്ല മെത്തേഡ്. ഇത് മറ്റൊന്ന് എന്താണ് അലൈൻ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ റേഡിയസ് അനുസരിച്ച് ചെരിഞ്ഞിട്ടാണ്. അതും രണ്ടും ശരിയാണ്. ഇത് മറ്റൊരു ചെറിയൊരു മെറ്റൽ പീസ് ഡയമെൻഷൻ ചെയ്തിരിക്കുന്നു. 100 mm, 50 mm, 70 mm, 170 mm കാണിച്ചിരിക്കുന്നു. ഏത് മെത്തേഡാണ് സിമ്പിൾസ്. ഇതിലെ എ എന്ന് പറയുന്നത് എന്താണ്, ഡയമെൻഷൻ ലൈൻ ആയിട്ട് ഇവിടുന്ന് ഈ തൊട്ട് ഇവിടം വരെ ഉപയോഗിക്കാം. അതുപോലെ ഈ എന്ന് പറയുന്നത് സെൻട്രൽ ലൈനാണ്. ഈ എന്ന് പറയുന്നത് ഇത് തെറ്റാണ്, മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സെൻട്രൽ ലൈനാണ്. ഇത് ഹിഡൻ ലൈൻസ് ആണ്, ഹിഡൻ ലൈൻസ്. അതുപോലെ തന്നെ ഇത് ഔട്ട് ലൈൻ ഡി, അതുപോലെ തന്നെ ഹിഡൻ ലൈൻസ്. ഇത് ഹിഡൻ ലൈനാണ്. ഇത് മറ്റൊരു ഡയമെൻഷനിങ്ങിന്റെ മെത്തേഡ്സ് ആണ്. ചെറിയൊരു ബോൾ, ടേൺ ചെയ്തൊരു ബോളാണ്. ടേൺ ചെയ്ത ബോളിന്റെ 5 കാണിച്ചിട്ടുണ്ട് 20 വരെ. എവിടം വരെ? 20 ഇതിന്റെ ഡയമീറ്റർ ആണ്. ഇവിടം വരെ ഉള്ളൂ, ഇവിടം വരെ ഡയമീറ്റർ ആണ്. മറ്റേ ഡയമെൻഷൻ വേറെയാണ്. ചിലപ്പോ ഈ സെൻട്രൽ പോയിന്റ് വന്നിട്ടുണ്ടോ, സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇത് എത്തുന്നത് എവിടെയാണോ അവിടം വരെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് പല രീതിയിൽ അത് രേഖപ്പെടുത്താൻ പറ്റും. ഇതെല്ലാം ഡയമെൻഷനിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്പ് മെത്തേഡ്സ്. ഇത് ഈ ആർക്കിന്റെ ലെങ്ത് 100 mm കാണിച്ചിട്ടുണ്ട്. ആർക്കിന്റെ കാർവ്ഡ് പാത്ത് ലെങ്ത് ആണെങ്കിൽ 105 വന്നിട്ടുണ്ട്. ആക്ച്വൽ ലെങ്ത്തും കോഡ് ലെങ്ത്തും. അപ്പൊ ഇതിന്റെ ഈ ആർച്ചിന്റെ ഈ കോഡിന്റെ ലെങ്ത് ഇങ്ങനെ എനിക്ക് കാണിക്കാം. ഇനി ആർച്ചിന്റെ ആക്ച്വൽ ലെങ്ത് ആണെങ്കിൽ ഓക്കെ. ഇത് സർക്കുലർ റേഡിയസ് ആണ് കാണിച്ചിരിക്കുന്നത്. മീഡിയം ടൈപ്പ്. സ്മോൾ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഡയമെൻഷൻ ടെർമിനോളജി. ഇതിനെ ഡയമെൻഷൻ ലൈൻ എന്ന് പറയും. ഡയമെൻഷൻ ലൈൻ. ഇതിനെ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയും. ഇത് ലീഡർ ലൈൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡയമെൻഷൻ കാണിക്കുന്നത് ലീഡർ ലൈൻ എന്ന് പറയും. ഇത് ആരോ ഹെഡ്. ഇത് എക്സ്റ്റൻഷൻ ലൈൻസ് ആണ്. ഇതെല്ലാം പുറത്തേക്ക് കുറച്ച് കൊണ്ട് താഴേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും.
ഈ ഡയമെൻഷൻ ലൈൻ ഒരിക്കലും സെൻട്രൽ ലൈനിലേക്ക് മുട്ടാറ്. ഇത് ചിലപ്പോൾ മുട്ടയും വരച്ച് സ്റ്റാൻഡേർഡ് ഡ്രോയിങ്സിന് കാണാറുണ്ട്. ഇനി ഈ ഡയമെൻഷനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അനിമേഷൻസ് കാണിക്കും. ടോപ്പിക്സ് dimensioning components, dimensioning objects features and placement of dimensions. എഞ്ചിനീയറിംഗ് ഡിസൈനിൽ നമുക്കൊരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മളൊരു സ്കെച്ച് ഉണ്ടാവും. ഒരു ചെറിയ മെഷീൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ ഒരു വീടാണ് തന്നെ അതിൻ്റെ സ്കെച്ച് ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ടാവും. അതിനെ ഒരു മൾട്ടിവ്യൂ ഡ്രോയിങ് ആക്കി മാറ്റിപ്പിക്കുക. പിന്നെ അതിൻ്റെ പാർട്ട് ഡിസൈൻ ചെയ്യും. പാർട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒറിജിനൽ ഡ്രോയിങ്സ് എങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്ത് അതിനൊരു ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പിന്റെ അനുസരിച്ച് കൃത്യമായിട്ടുള്ള അളവുകൾ കൊടുത്തു കഴിയുമ്പോൾ ഡയമെൻഷനിങ്, ആ ഡയമെൻഷനിങ് എന്തുണ്ടാവും, സൈസായി. പിന്നീട് ഇത് എവിടെ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ചുള്ള ലൊക്കേഷൻ, അത് സ്ഥലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വീടിന്റെ ബിൽഡിങ്ങിനെ കുറിച്ചാകുമ്പോൾ ലൊക്കേഷൻ കാണും. നോൺ ഗ്രാഫിക് ഇൻഫർമേഷൻ, ഗ്രാഫിക് ഇല്ലാത്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളും, മാനുഫാക്ചറിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഡ്രോയിങ്സിൽ ഉണ്ടാവും. ഇനി എന്താണ് ഡയമെൻഷൻ? Dimensioning is the process of specifying parts information by using of figures, symbols and notes. This information are such as sizes and locations of features, materials type, number required, kind of surface finish, manufacturing process, size and geometric tolerances. And dimensioning components. First, extension line, dimension line with the arrowhead, leader lines, dimension figures, notes, local note, general note, etc. And what is extension lines? Indicate the location on the object's feature that are dimensioned. It is a component. It consisting of two circles. It is ഇവിടെ നിന്ന് ഈ സർഫേസ്, ഈ ബേസിൽ നിന്ന് ഈ ഹോള് അല്ലെങ്കിൽ ഈ സർക്കിൾസ് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ സെൻട്രൽ ലൈൻ ടു ബേസ്, അതാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ലൈൻ കൊണ്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത് ആംഗിളിന്റെ അവിടെ നിന്നുള്ള എക്സ്റ്റൻഷൻ ലൈൻ. റെക്കമെൻഡഡ് പ്രാക്ടീസസ്: എക്സ്റ്റൻഷൻ ലൈൻസ് ലീവ് എ വിസിബിൾ ഗ്യാപ്പ്. ഗീവ് ആ വിസിബിൾ ഗ്യാപ്പ് 1 mm എങ്കിലും മിനിമം ആയിരിക്കും. അതൊരു ഫിഗർ ആണ്. 2 എക്സ്റ്റൻഷൻ ലൈൻസ് വരച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഉണ്ടോ? ഇവിടെ എല്ലാം ഗ്യാപ്പ് കാണിച്ചിട്ടുണ്ട്, വിസിബിൾ ഗ്യാപ്സ്. അവിടെയും എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ടുണ്ട്. Extend the line beyond the last dimension line 1 to 2 mm. മറ്റേ ഡയമെൻഷൻ ലൈനിനും 1 to 2 mm വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുകയാണ്. വരച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആരോയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന എത്രയായിരിക്കണം? 1 to 2 mm ആയിരിക്കണം. അടുത്ത സെയിം പാരലൽ ആണ്. പാരലൽ ആയതുകൊണ്ട് അടുത്ത ഡയമെൻഷൻ കാണിച്ചു. ഇവിടെ മറ്റൊരു ഡയമെൻഷൻ കാണിച്ചു. പുറത്തേക്ക് നിൽക്കുന്ന നോക്ക് 2 mm ഉണ്ട്. താഴെ ഗ്യാപ്പ് എത്രയായിരിക്കും? 1 mm ആയിരിക്കും. പുറത്തേക്കുള്ളത് 2 mm. ഇനി എന്താണ് സാധാരണ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാന്ന് നോക്കാം. വരയ്ക്കുമ്പോൾ സാധാരണ കുട്ടികൾ വരയ്ക്കുമ്പോൾ കോമൺ മിസ്റ്റേക്സ്: ഇത് പൂർണ്ണമാക്കില്ല, ഇത് എവിടുന്നാ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവില്ല, ഈ ലൈൻസ് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കില്ല, ഇത് എവിടെ നിന്നാ തുടങ്ങുന്ന മനസ്സിലാവില്ല, അങ്ങനെ വരയ്ക്കാൻ പാടില്ല. അടുത്ത എക്സ്റ്റൻഷൻ: ഡു നോട്ട് ബ്രേക്ക് ദ ലൈൻസ് ആസ് ദേ ക്രോസ് ഒബ്ജക്ട് ലൈൻസ്. ഒബ്ജക്ട് ലൈൻസ് ഒരിക്കലും ഡയമെൻഷൻ ലൈൻ ഉപയോഗിച്ച് ക്രോസ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ലൈൻസ് ആണ്. എവിടെന്ന്? ഇവിടെ കണ്ടോ ഒരു പ്രശ്നം പറ്റിയത്? എന്താ പറ്റിയത്? അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ വന്നപ്പോ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യാൻ പാടുണ്ടോ? ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നിന്നുള്ള വേറെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നുള്ള ഇതുമായിട്ട് യാതൊരു ബന്ധവും ഡയമെൻഷൻ ലൈൻ എക്സ്റ്റൻഷൻ ലൈൻ ഉണ്ടാവില്ല. എക്സ്റ്റൻഷൻ ലൈനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോയിന്റിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന ലൈൻ ആയതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല.
ഇതുണ്ടോ ഈ സെൻട്രൽ ലൈൻ ഒന്നുകിൽ ഈ സെൻട്രൽ ലൈൻ ഇതിന്റെ പുറത്തേക്ക് വരണം, പുറത്തേക്ക് വന്നിട്ട് എക്സ്റ്റൻഷൻ ലൈൻ അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നേരെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് മാത്രം ഈ പോയിന്റിൽ നിന്ന് മാത്രം വരച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടാണ് വ്യാഖ്യാനം. Dimension lines should not be spaced too close to each other and to view. അടുത്ത വരയ്ക്കാണ് നമ്മൾ അതിൽ മാർക്ക് ചെയ്തു. നമ്മൾ അതിന്റെ 16 മില്ലിമീറ്റർ, ഇപ്പുറത്ത് 11 മില്ലിമീറ്റർ. Leave a space at least 2 times of letter height. ഈ ലെറ്റർ ഹൈറ്റിന്റെ 2 ടൈംസ് എങ്കിലും വ്യത്യാസം വേണം എടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. കണ്ടോ, കുഴപ്പമില്ല. ടു ടൈംസ് അല്ലെങ്കിൽ 1 ടൈംസ് എങ്കിലും മിനിമം വേണം, അങ്ങനെ പാരലൽ ആയിട്ട് ഡയമെൻഷൻ ചെയ്യുമ്പോൾ. The height of figures is suggested to be 2.5 to 3 mm. സാധാരണ നമ്മൾ 3 mm ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ലെറ്റർ ഹൈറ്റ് കൊടുക്കാറുള്ളത്. Place the numbers at about 1 mm above dimension line. ഡയമെൻഷൻ ലൈനിൽ നിന്ന് 1 മില്ലിമീറ്റർ മുകളിലായിട്ട് വേണം എഴുതാൻ. അതായത് ലൈനിനോട് ചേർന്ന് എഴുതാൻ പാടില്ല. ഉണ്ടോ, ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവും. കോമൺ മിസ്റ്റേക്സ് എന്താ നോക്കാം. ഉണ്ടോ, കോമൺ മിസ്റ്റേക്സ് ഒന്ന്, ഇതും സെന്റർ അല്ല, ഒരു സൈഡിലേക്ക് ഇരിക്കുന്നു. രണ്ടാമത്തെ എന്താണ്, വളരെ അടുത്താണ് ഇരിക്കുന്നത്, അത്ര അടുത്ത് ഉണ്ടാവാൻ പാടില്ല. അടുത്ത dimension figures. When there is not enough space for figure or arrows, put it outside either of the extension lines. Not enough space for figures. കണ്ടോ, 16.25 എന്ന് അതിനകത്ത് എഴുതാൻ പറ്റില്ല. പിന്നെ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഓട്ടോ കാഡിൽ ഇതിന് കംപ്രസ് ചെയ്തിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലീഡർ ലൈൻ ചെയ്താൽ മതി, നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ കൊടുക്കാം. ശരി, അതാണ് കറക്റ്റ്. ഇനി നോട്ട് ഇനഫ് സ്പേസ്, ആരോ നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ആ ചെറിയ ഗ്യാപ്പാണ്, അവിടുത്തെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ആരോ 2 ആരോ കൂടി വരയ്ക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആരോ പുറമേന്ന് കാണിച്ചിട്ട് എഴുത്തകത്ത് കൊടുക്കാം. ഓർ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. Dimension figures, units. The JS and ISO standards adopt the unit of length dimension in millimeters without specifying a unit symbol mm. Millimeter നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യും. Angular dimension in degree with a symbol 0, symbol degree placed behind the figures, and if necessary minutes and seconds may be used together. Aligned method. The dimension figures are placed so that they are readable from the bottom and right side of the drawing. അവിടെ വായിക്കുന്ന രീതിയിലാണ് അത് അലൈൻ ചെയ്യാം. Unidirectional method. The dimension figures are placed so that they can be read from the bottom of the drawing. Do not use both systems on the same drawing. അതായത് ഇടതുവശത്ത് വായിക്കുന്ന രീതിയിലും വലതുവശത്ത് വായിക്കുന്ന രീതിയിലും ഒരുമിച്ച് ഉപയോഗിക്കരുത്. Dimension of length using aligned method. നമ്മൾ എങ്ങനെ aligned method യൂസ് ചെയ്യുന്നു? Aligned method. Dimension of length using unidirectional method. Unidirectional. Dimension of angle using aligned methods. നമുക്ക് ഇവിടെ എന്നാൽ സുഖമായിട്ട് കംഫർട്ടായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എഴുതുന്നത്. Dimension of angle using unidirectional methods. അതുകൂടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. Local notes. Place the notes near to the feature which they apply and should be placed outside the view.
always read horizontal. Drill. Mistake സാധാരണ കാണിക്കുന്ന common mistakes. Too far. ഒരു പരിധിയിൽ കൂടുതൽ ഈ ലീഡർ ലൈൻ നീട്ടുന്നത് ഭയങ്കര വൃത്തികേടാണ്. രണ്ടും തെറ്റാണ്. അടുത്ത dimensioning practices. The basic concepts. Dimensioning is accomplished by adding size and location information necessary to manufacture the objects. This information have to be clear, complete, facilitate the manufacturing methods, measuring methods. Example, designed pattern. ഒരു മെറ്റൽ ബ്ലോക്ക് ആണ്, അതിനകത്ത് രണ്ട് കുഴികളുണ്ട്. ആ കുഴി എങ്ങനെയാണ്? താഴെ വരെ ത്രൂ ഔട്ട് ഹോളാണ്. To manufacture this part, we need to know width, depth and thickness of the part. Width എത്രയാണ്? S ഇത് കാണിച്ചിട്ടുണ്ട്, S കാണിച്ചിട്ടുണ്ട്, ലെങ്ത് കാണിച്ചിട്ടുണ്ട്, ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്. Width, depth, thickness of the part, diameter and depth of the hole. ഇത്രയും സാധനമാണ് നമ്മളതിൽ കാണിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ മിനിമം അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ട ഡയമെൻഷൻസ് നമ്മുടെ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. ഇതില് നീളമുണ്ട്, വീതിയുണ്ട്, തിക്നെസ് ഉണ്ട്, ഈ ഹോളിന്റെ ഡയമീറ്റർ ഉണ്ട്. ഈ ഡയമീറ്റർ ഒന്നാണെങ്കിൽ ഇവിടെ എത്ര ഹോൾ ഉണ്ടെന്ന് കൂടി കാണിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി. ലൊക്കേഷൻ ഓഫ് ദി ഹോൾ, ഈ ഹോളിന്റെ ലൊക്കേഷൻ അറിയണ്ടേ. അപ്പൊ എന്ത് വേണം? ഈ എഡ്ജിൽ നിന്ന് ഇവിടേക്കുള്ള ലെങ്ത് എത്രയാണ്, ഈ രണ്ട് ഹോൾ തമ്മിലുള്ള ലെങ്ത് എത്രയാണ് ഇത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി എന്ത് വേണം? ഒരു ഇതും കൂടി കിട്ടണം. ഇത് സെൻട്രലാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഈ ലെങ്ത് കിട്ടണം, ഇവ തമ്മിലുള്ള ലെങ്ത്തും കൂടി കിട്ടണം. ഇത്രയും ഡയമെൻഷൻ കിട്ടിയാൽ മാത്രമേ ഈ പാർട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, ദ ആംഗിൾ. To dimension an angle, use circular dimension line having the center at the vertex of the angle. ആംഗിൾ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? ഇതൊരു വലിയ ആംഗിളാണ്, ഇതൊരു ചെറിയ ആംഗിളാണ്. അതിനകത്ത് നമുക്ക് സെൻട്രൽ ലൈൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഹാഫ് കാണിച്ചാൽ മതി, മറ്റേത് അസ്യൂം ചെയ്യാം. ഇത് മറ്റൊരു ആംഗിള്. കോമൺ മിസ്റ്റേക്കിൽ സംഭവിക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ശരിയാണ്, ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ശരിയാണ്, ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ശരിയാണ്, ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ശരിയാണ്. ഇത് സാധാരണ സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകൾ കേട്ടോ. ഇതിന്റെ കുഴപ്പം എന്താണ്? ഈ ഡയമെൻഷനിങ് ആർക്കിന്റെ സെന്റർ എവിടെയോ വരും. ബട്ട് ആക്ച്വലി സെന്റർ എവിടെയായിരിക്കണം? ഈ പോയിന്റ് ആയിരിക്കണം. അത് അങ്ങനെ അല്ലാതെ വരച്ചുകൊണ്ടാണ് ഇത് മിസ്റ്റേക്ക് വന്നത്. Fillets and rounds. Give the radius of the typical fillet only by using a local nut. അങ്ങനെ വെൽഡ് ചെയ്ത സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയും. രണ്ട് ജോയിന്റ് എൽ ഷേപ്പിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വരുന്ന പോർഷനാണ് ഫില്ലറ്റ്. ഇതൊരു ഫില്ലറ്റ് ആണ്. ഫില്ലറ്റ് വെൽഡ് വന്നിരിക്കുകയാണ്. ഇത്രയും പോർഷനിൽ ചുറ്റും ഈ കറുത്ത നിറത്തിൽ കാണുന്ന വെൽഡാണ്. If all fillet and rounds are uniform in size, എല്ലായിടത്തും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. Dimension may be omitted. മൈൻഡ് ചെയ്യുന്നത്. But it is necessary to add the note. All fillet and round are RHS. നമ്മളത് കാണിക്കണം. All fillet and rounds are radius 6.51. അപ്പൊ ഒരു സ്ഥലത്ത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും അതാണ് ഡയമെൻഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ മാനുഫാക്ചർക്ക് അല്ലെങ്കിൽ വെൽഡർക്ക് അത് ഉപയോഗിച്ച് അതേ രീതിയിൽ അതേ കണത്തിൽ വെൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ റേഡിയസ്, ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ഏതാ പോർഷൻ ഉണ്ടല്ലോ അതിന്റെ റേഡിയസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ആവശ്യമുണ്ടോ നോക്കാം. ഓൾ ഫില്ലറ്റ് ആൻഡ് റൗണ്ട്സ് ആർ 6.25 അങ്ങനെയും കാണും. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. ചിലയിടത്ത് എന്ത് ചെയ്യാം, റേഡിയസ് 12 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രം 12, ബാക്കിയുള്ളതെല്ലാം 6.5 ആണെന്ന് മനസ്സിലാവും. ഇനി ഹോൾസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സ്മോൾ സൈസ്
Use leader line and local knot to specify diameter and holes depth in the circular view. ഇതൊരു മെറ്റൽ പാർട്ടാണ്. അതിന്റെ എലിവേഷൻ വരച്ചിട്ടുണ്ട്. 5 എന്നിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഡയമീറ്റർ എന്നാണ്, സർക്കിളിന്റെ ഡയമീറ്റർ. ഓർ 5 എന്ന് കൊടുത്തിട്ട് ത്രൂ ഹോൾ. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ചിലപ്പോൾ ഹോള് ഇവിടം വരെ പകുതി വരെ ഉള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ത്രൂ എന്ന് കൊടുക്കാൻ പാടില്ല. ഇനി അതും അല്ലെങ്കിൽ ഡ്രിൽ എന്ന് കൊടുത്താലും മനസ്സിലാക്കാം. മാനുഫാക്ചർ ചെയ്യുന്ന വർക്കർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. For small size, use leader line and local knot to specify diameter and holes depth in the circular. ഇത് ത്രോട്ടല്ല, ബ്ലൈൻഡ് ഹോൾ എന്ന് പറയും. ഇത്തരം ഹോളുകൾ ബ്ലൈൻഡ് ഹോൾ. ഡ്രില്ലിന്റെ പകുതി വരെ നമ്മൾ തുറച്ചിട്ടുള്ളൂ. ഈ മെറ്റൽ ഈ പീസിന്റെ ഇതിന്റെ പകുതി വരെ തുറച്ചിട്ടുള്ളൂ. ഡ്രില്ലിന്റെ ഷേപ്പാണ് ആയിരിക്കുന്നത്. അപ്പൊ അതിനെ ബ്ലൈൻഡ് ഹോൾ എന്നാണ് പറയാം. വൈ ഡീപ്പ്, എത്ര ഡീപ്പ് ഉണ്ടോ. അപ്പം ഡ്രില്ലിന്റെ 5 കൊടുത്തു, ഡ്രില്ലിന്റെ സൈസ് കൊടുത്തു, ഹോളിന്റെ ഡയമീറ്റർ ആണ് ഡ്രില്ലിന്റെ സൈസ് എന്ന് പറയുന്നത് കൊടുത്തു. പിന്നീട് എത്ര ലെങ്ത്, എത്ര മില്ലിമീറ്റർ ആണ് ലെങ്ത് എന്ന് കൊടുത്തു. ലാർജ് സൈസ് ഡ്രോയിങ്സ് ആണെങ്കിൽ യൂസ് എക്സ്റ്റൻഷൻ ആൻഡ് ഡയമെൻഷൻസ് ലൈൻസ്. എക്സ്റ്റൻഷൻ ലൈൻ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഡയമീറ്ററിന് പകരം ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. അനദർ മെത്തേഡാണ് ഇത്. അതിനടുത്തൊരു മെത്തേഡാണ്. ഇതിൽ കണ്ടുവരാറുള്ള സാധാരണ കോമൺ മിസ്റ്റേക്സ് നോക്കാം. എന്താ പ്രശ്നം? ഇതിനോടും വളരെ ചേർത്താണ്. ഇത് കുറച്ച് പുറത്തേക്ക് നിൽക്കണം. അതിനോട് തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. സെൻട്രൽ ലൈനിലൂടെ ഡയമെൻഷൻ ലൈൻ വരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ കൊടുക്കരുത്. ഈ പോയിന്റിനെ ബേസ് ചെയ്ത്, സെൻട്രൽ പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രമേ കൊടുക്കാവൂ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഇനി ചാംഫറിംഗ് എന്ന് പറയുന്നത് യൂസ് ലീഡർ ലൈൻ ആൻഡ് നോട്ട് ടു ഇൻഡിക്കേറ്റ് ലീനിയർ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് ദി ചാംഫർ. എന്താ ചാംഫർ എന്ന് പറഞ്ഞാൽ ബോൾട്ടിന്റെ ഒക്കെ എൻഡ് വെച്ചതുപോലെ ചെരിച്ച് ഷാർപ്പ്നെസ് ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ് ചാംഫർ. അതുപോലെ തന്നെ സ്പാനർ എളുപ്പം കയറാൻ വേണ്ടിയിട്ട് ചാംഫർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തെന്നിയിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം വരും. അപ്പൊ ചാംഫറിന്റെ ആംഗിൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ എത്ര കട്ടിങ്, ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര കൊടുക്കണം. ഒന്നുകിൽ പിന്നെ ഡിസ്റ്റൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ആംഗിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് ഈ ലെങ്ത് എത്ര കൊടുക്കണം. ഈ സ്ലൈൻഡ്, ഈ സ്ലോപ്പ് ആയിട്ടുള്ള പോർഷന്റെ ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് കൊടുക്കാം. സ്ലാൻഡ് സൈഡ്. ഫോർ ആൻ എക്സാമ്പിൾ, ഫോർ എ 45-degree ചാംഫർ അങ്ങനെ വേണമെങ്കിൽ കോമൺ ആയിട്ട് കൊടുക്കാം. അത് മറ്റൊരു മെത്തേഡാണ്. ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് അത് മറ്റൊരു മെത്തേഡാണ്. റൗണ്ട് എൻഡ് ഷേപ്പ്. ഡയമെൻഷൻ അക്കോർഡിംഗ് ടു മാനുഫാക്ചറിംഗ് മെത്തേഡ് യൂസ്ഡ്. റൗണ്ട് എൻഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഈ കർവ്ഡ് സർഫേസിന്റെ റേഡിയസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ വേണ്ടത്? ഇനി ഡ്രില്ല് ഏത് വരെ പോകുന്നു എന്ന് കൊടുക്കണം. ത്രൂ ഹോളാണ്. അപ്പൊ എങ്ങനെ കൊടുക്കണം? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കൊടുക്കണം. ഡയമെൻഷൻ അക്കോർഡിംഗ് ടു മാനുഫാക്ചറിംഗ് മെത്തേഡ് യൂസ്ഡ്. മാനുഫാക്ചറിംഗ് മെത്തേഡ് പല ടൈപ്പിലായിരിക്കും. ചില പ്രൊഡക്ട്സ് ഉണ്ടാകും, ഒരുപാട് മെഷീൻ ഓപ്പറേഷൻ. അപ്പൊ അതനുസരിച്ച് കൂടി നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന ആള് കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ റേഡിയസ് പുറത്തേക്ക് കൊടുത്തു, ഇവിടെ ഡിസ്റ്റൻസ് ആണ്, പാരലൽ സൈഡിന്റെ ഡിസ്റ്റൻസ് കൊടുത്തു. ഇനി ഏതാണ് ആ ഡയമീറ്റർ കൂടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സെന്റർ പോയിന്റ് കൊടുത്തു, ആ ഡിസ്റ്റൻസ്, ആ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കൊടുത്തു. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ്, ഡയമെൻഷൻ അക്കോർഡിംഗ് ടു മാനുഫാക്ചറിംഗ് മെത്തേഡ് യൂസ്ഡ്. റൗണ്ടഡ് എൻഡ് സർഫേസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഈ
എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസും ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസും കൊടുത്തു. ഇവ തമ്മിലുള്ള പാരലൽ ഡിസ്റ്റൻസ് കൊടുത്തു. ടോട്ടൽ റേഡിയസ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് 6 ആയിരിക്കും, അല്ലെങ്കിൽ ഡയ 6 ആയിരിക്കും. ഡയ 12 ആയിരിക്കും. റേഡിയസ് 6 ആയിരിക്കും, ഡയ 12 ആയിരിക്കും. ഡയമെൻഷൻ അക്കോർഡിംഗ് ടു മാനുഫാക്ചറിംഗ് മെത്തേഡ് യൂസ്. അനദർ മെത്തേഡ് ഇങ്ങനെയും ചെയ്യാം. ഒറ്റയിരിക്കും, ഇവിടെ സ്ലോട്ട് ആയിട്ടായിരിക്കുന്നത്. സ്ലോട്ട് ആണെങ്കിൽ അങ്ങനെയായിരിക്കും അതിന്റെ ഡ്രില്ല്, കട്ടർ അല്ലെങ്കിൽ മില്ലിംഗ് കട്ടർ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ഈ രീതിയിൽ വേണം തന്നെ വരയ്ക്കാൻ. ടൂൾ കട്ടിംഗ് സർഫേസ് എത്രയാണ്? Round and shaped, dimensioned according to the standard sizes of another part to assembled or manufacturing method used. ഒരു റോഡാണ്. റോഡിന്റെ എൻഡിൽ ചാംഫർ ചെയ്തിട്ടുണ്ട്. നടുക്ക് ഒരു ഫെദർ കീയുടെ സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ട് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ഫെദർ കീ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് dimensioned according to the standard size of another part to be assembled or manufactured method used. എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഫെദർ കീയുടെ സ്ലോട്ട് അത് എൻഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് മില്ലിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇതിന്റെ വർക്ക് പീസ് ആണ്. ഫെദർ കീ കയറാനുള്ള സ്ലോട്ടാണ് ഉണ്ടാക്കുന്നത്. പ്ലേസ്മെന്റ് ഓഫ് ഡയമെൻഷൻസ്. എങ്ങനെയാണ് ഡയമെൻഷൻസ് പ്ലേസ്മെന്റ് ചെയ്യുന്നത്? Extension lines, leader lines should not cross dimension lines. Cross ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞോ, അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ആക്ച്വലി വരയ്ക്കാം? അവിടെ വെച്ചിട്ട് ആ ഡയമെൻഷൻ കാണിക്കണം. വലിയ ഡയമെൻഷൻ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് നീട്ടി പുറത്തേക്ക് വരയ്ക്കണം. ലീഡർ ലൈനെ നമുക്ക് ഇവിടുന്ന് ഒന്നുകിൽ ഇങ്ങോട്ട് വരയ്ക്കാം, കാണിക്കാം, അല്ലെങ്കിൽ ഇതിലേ പണി കൊണ്ടുപോകാം. പക്ഷേ ഡയമെൻഷൻ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. Recommended practice in the extension lines, the line should be drawn from the nearest point to the dimensions. ഇങ്ങനെയാണെങ്കിൽ ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. In extension lines of internal feature can cross visible lines without leaving a gap. ഇത് തെറ്റാണ്, കണ്ടില്ലേ? ഇത് എന്താ സംഭവം എന്നൊന്നും സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടില്ല. ഇതാണ് കറക്റ്റ്. Do not use subject line, center line and dimension line as an extension lines. ഇതാണ് കറക്റ്റ്. ഇതിന്റെ കുഴപ്പം മനസ്സിലായോ? ഇവിടെ എക്സ്റ്റൻഷൻ ലൈനിൽ രണ്ട് ഡയമെൻഷൻ ലൈൻ കൂട്ടുന്നുണ്ട്. അത് തെറ്റാണ്. Recommended practice. Avoid dimensioning hidden lines. Hidden lines പരമാവധി നമ്മൾ ഡയമെൻഷൻ കാണിക്കാൻ പാടില്ല. നമ്മൾ ഔട്ടർ വിസിബിൾ ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ട് വേണം പരമാവധി ചെയ്യാൻ. അപ്പോൾ സെൻട്രൽ ലൈൻ നമുക്ക് യൂസ് ചെയ്യാം. Place dimension outside the view unless placing them inside improve clarity. ചിലപ്പോൾ ഇൻസൈഡ് കാണിക്കേണ്ടി വരും. പുറത്ത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കാണിക്കാറുണ്ട്. പക്ഷെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സൈഡിൽ വേണം കാണിക്കാൻ. ചില സാഹചര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ എങ്കിലും മറ്റു സാഹചര്യം ഉണ്ടെങ്കിൽ പുറമേ തന്നെ വേണം എപ്പോഴും കാണിക്കാൻ. ഇതൊരു ഡിസ്കിന് മുകളിൽ ഒരു ഹോളാണ്. ജസ്റ്റ് ഓക്കെ ആണെന്ന് പറയാം. പക്ഷെ അതിനൊക്കെ നല്ലൊരു മെത്തേഡ് കാണിച്ചു. ഇതിനുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് കാണിച്ചത്. Apply dimensions to the view of the clarity
പോറാണ്. ഇത് വളരെ നല്ല ഡയമെൻഷൻ നോക്കൂ. ഇതിനൊരു യൂണിഫോമിറ്റി വേണമെങ്കിൽ ഇത് ഒരുമിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു വൃത്തി ഇതിനില്ല. Send in. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ ഡ്രോയിങ്ങിന്റെ നോട്ട്ബുക്കിൽ ഡയമെൻഷനിങ്ങിന്റെ പോർഷൻസ് നിങ്ങളുടെ ടെസ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വരയ്ക്കുക. അതിനകത്തുള്ള സംശയങ്ങൾ ഈ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇതിന് സഹായകമായിട്ടുള്ള ഒരു ഡയമെൻഷൻസ് ആൻഡ് ലീഡർ ലൈൻ, അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകത, ഗ്യാപ്പ്, ഇതെല്ലാം ഓർമ്മിക്കുക, അതിൽ നോട്ട് ചെയ്യുക. ഓരോ മോഡൽസ് നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കണം. അതിനെക്കുറിച്ചുള്ള ബ്രീഫ് നോട്ടുകൾ, എക്സ്റ്റൻഷൻ ലൈൻ എന്താണ്, ഡയമെൻഷൻ ലൈൻ എന്താണ്, ലീഡർ ലൈൻ എന്താണ്, ആരോ ഹെഡ് എന്താണ്, ഇതൊന്ന് എഴുതി വെക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കും.